ക്രിസ്തുവിൽ പ്രിയരെ, വിശുദ്ധവാര വചനധ്യാനത്തിലേക്ക് സ്വാഗതം. ഹോശന്ന ഞായറാണ് വിശുദ്ധവാരത്തിലെ 1-ാം ദിനം. ഈ ദിനത്തിൽ കർത്താവ് യെരുശലേം ദേവാലയത്തിലേക്ക് മഹത്വപ്രവേശനം ചെയ്ത് ബഥാന്യയിലേക്ക് മടങ്ങി വരുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 12 മുതൽ 19 വരെ ഉള്ള വെളിച്ചത്തിൽ വിശുദ്ധവാരത്തിലെ 2-ാം ദിനമായ തിങ്കൾ യേശുനാഥൻ ബഥാന്യയിൽ നിന്ന് യെരുശലേമിലേക്ക് ശിഷ്യന്മാരുമായി യാത്ര ചെയ്തതായും ഈ യാത്ര മധ്യേ ഫലരഹിത അത്തിയോട് അധികാരത്തോടെ സംസാരിക്കുന്നതും തുടർന്ന് യെരുശലേമിലെത്തിയപ്പോൾ ദേവാലയത്തിൽ കടന്ന് ദേവാലയത്തെ ശുദ്ധീകരിക്കുന്ന രക്ഷകനായ യേശുവിനെ അവിടെ കാണാം. ഒന്നാമതായി, ഫലരഹിത അത്തിയിലൂടെ ക്രിസ്തു പഠിപ്പിക്കുന്നത് എന്താണ്? യെരുശലേമിൽ തനിക്ക് ലഭിച്ച ഗംഭീര സ്വീകരണത്തിന് രക്ഷകന്റെ വിശദീകരണമാണ് ഈ സംഭവം. ഇവിടെ ഇസ്രായേലിനെ ആകമാനമായി ഫലരഹിതമായ അത്തിവൃക്ഷമായി കാണുന്നു. അതിന് അവകാശവാദത്തിൻ്റെ ഇലകൾ ധാരാളമുണ്ട്, പക്ഷേ ഫലം അശേഷമില്ല. മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 13-ാമത്തെ തിരുവചനം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുവിന് വിശന്നു. യേശു ഇലയുള്ളൊരു അത്തിവൃക്ഷം ദൂരത്തു നിന്ന് കണ്ടു. അതിൽ വല്ലതും കണ്ടുകിട്ടുമോ എന്ന് വെച്ച് ചെന്ന് അതിനരികെ എത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല. അത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാതിരുന്നു എന്നും നമുക്കിവിടെ കാണാം. ബൈബിളിൽ ആദ്യം പരാമർശിക്കുന്ന വൃക്ഷമാണ് അത്തി. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 7-ാമത്തെ തിരുവചനം. അത്തിയില കൂട്ടിത്തുന്നി തങ്ങൾക്ക് അരയാട ഉണ്ടാക്കിയെന്ന് ആദാം, ഹവ്വ എന്നീ ആദി മനുഷ്യരെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ അത്തിയിൽ വല്ലതും, എനിത്തിങ് എന്ന വാക്കാണ് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത്, കിട്ടും എന്ന ചിന്തയാണ്. സാധാരണയായി അത്തിവൃക്ഷം ശരത്കാലത്ത് ഇല പൊഴിയും, വസന്തകാലത്ത് തളിരിലകൾ മുളച്ച് പൂക്കൾ വിടരും. ജൂൺ മാസമാകുമ്പോൾ നല്ല ഫലം ലഭിക്കും. ഈ ഫലങ്ങൾ ആദ്യ ഫലങ്ങൾ എന്ന ആശയം നൽകുന്ന തലക്കനികൾ എന്ന് ഹോശയ്യ 9-ാം അധ്യായം 10-ാമത്തെ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹോശയ്യ 9:10. അത്തിവൃക്ഷത്തിൽ ആദ്യമുണ്ടായ തലക്കനി പോലെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ കണ്ടു. ഈ ഫലമാണ് ക്രിസ്തു പ്രതീക്ഷിച്ചത്. എന്നാൽ ഈ സമയം ഓഗസ്റ്റ് മാസത്തെ അത്തിപ്പഴം ലഭിക്കുന്ന കാലമല്ലായിരുന്നു. തലക്കനികൾ ഉള്ള വൃക്ഷത്തിന് മാത്രമേ കാലം വരുമ്പോൾ അത്തിപ്പഴം പുറപ്പെടുവിക്കാൻ കഴിയൂ. ക്രിസ്തു നമ്മെ നോക്കുമ്പോൾ ഫലകരമായ സാധ്യതയുള്ള വല്ലതും ജീവിതത്തിൽ ഉണ്ടാകണം. കാലം ആകുമ്പോൾ സമയം തക്കത്തിൽ ഫലകരമായി ഉപയോഗിക്കണം. രണ്ടാമതായി, മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ പ്രാർത്ഥനാലയം അതിൻ്റെ ഉദ്ദേശത്തിൽ നിന്നും വ്യതിചലിച്ച് ദേവാലയത്തെ ഒരു ബിസിനസ് ഇടമായി വാണിജ്യ മേഖലയാക്കിയത് കാണാനായിട്ട് കഴിയും. ഇത് കണ്ട ക്രിസ്തു ഈ പ്രവണതയോട് പ്രതികരിക്കുന്ന ക്രിസ്തുവിനെയാണ് കാണുവാനായിട്ട് ഇടയായിത്തീർന്നത്. വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി ദേവാലയത്തെ അതിൻ്റെ ദൗത്യത്തിനായി പുനഃസ്ഥാപിച്ചു. ഈ പുനഃക്രമീകരണം നേതൃത്വത്തിന് അംഗീകരിക്കാൻ കഴിയാതെ ക്രിസ്തുവിനെ നശിപ്പിക്കാനായി വഴികൾ തിരയുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും കുറുക്ക് വഴികൾ ഇല്ല എന്ന് ബോധ്യപ്പെടുത്തി ആ ബോധ്യത്തിനായി ക്രിസ്തു മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദേവാലയത്തിൽ കൂടി ഒരു വസ്തുവും കൊണ്ടുപോകുവാൻ ക്രിസ്തു സമ്മതിച്ചില്ല. ജീവിതത്തിന് കുറുക്ക് വഴികൾ തേടുന്ന മനുഷ്യന്
ആത്മീക ജീവിതത്തിൽ കുറുക്കു വഴികൾ ഇല്ല എന്നും ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും വിലപ്പെട്ടതാണ് എന്ന് സമൂഹത്തെ ജനത്തെയും ക്രിസ്തു അറിയിക്കുന്നു. ജീവിതത്തിൽ കുറുക്കു വഴികൾ തേടുന്ന മനുഷ്യന് ആത്മീക ജീവിതത്തിൽ കുറുക്കു വഴികൾ ഇല്ല എന്നും ആരാധനയും പ്രാർത്ഥനയും വിലപ്പെട്ടതാണെന്നും അവയ്ക്കായിട്ട് ജീവിതത്തെ സമർപ്പിതമായി നൽകണമെന്നും ഈ വേദഭാഗത്തിലൂടെ ക്രിസ്തു നമ്മെ ബോധ്യപ്പെടുത്തുന്നു. വിശുദ്ധ വാരത്തിൻ്റെ 2-ാം ദിനമായ തിങ്കൾ ക്രിസ്തു മടങ്ങിപ്പോയി എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കാലസമയങ്ങളിൽ നാം പരിമിതപ്പെട്ടു പോകാതെ എല്ലാ നിമിഷവും ഫലമുള്ളവരാകുക. ഒരിക്കൽ കൂടെ, കാലസമയങ്ങളിൽ നാം പരിമിതപ്പെട്ടു പോകാതെ എല്ലാ നിമിഷവും ഫലമുള്ളവരാകുക. 2, ആത്മീക ജീവിതത്തിന് കുറുക്ക് വഴികൾ ഇല്ല എന്ന് ബോധ്യപ്പെട്ട് ദൈവസന്നിധാനത്തിൽ വിനയപ്പെടുക. ഈ ധ്യാനത്തിലൂടെ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.